ഹായ് വിവാസ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്തോ അങ്ങനെ സംഭവിക്കുന്നു, അത് ഡെസ്റ്റൈൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ എത്ര തന്നെ ആ ഒരു സിറ്റുവേഷനെ പിടിച്ചു വയ്ക്കുവാൻ ശ്രമിച്ചാലും അത് സംഭവിക്കും. അത് ഡെസ്റ്റൈൻ ആണ്, നേരത്തെ ദൈവം തീരുമാനിച്ചതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് ഡെസ്റ്റൈൻ ആയിട്ടുള്ള. കാരണം ഡെസ്റ്റൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പ്ലാനിങ് അനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ഭഗവാൻ ചെയ്യുന്നതാണ്. അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അത് ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ എന്താണോ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് ഇവരുടെ തന്നെ സ്വയം കർമ്മയാണ്. അതായത് ഈ ഒരു ജന്മത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ എന്തോ ഒരു കർമ്മയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ കർമ്മ റിലീസാകുന്നതാണ്, ക്ലെൻസ് ആകുന്നതാണ്. അതായത് ചില ആൾക്കാരുടെ വീട്ടിൽ നിങ്ങൾ ന്യൂ ഇയർ ആകുമ്പോൾ നോക്കൂ, അവരുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകും. അല്ല എങ്കിൽ അന്നത്തെ ദിവസം തന്നെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം അനുഭവിക്കേണ്ടി വരും. ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ പെട്ടെന്നായിരിക്കും ഇത് വരുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വച്ചാൽ ശനി ഭഗവാൻ അവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള ബലം ഈ വർഷത്തിൽ കൊടുക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തിൽ അവരുടെ കർമ്മത്തിൻ്റെ ബലം ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് കിട്ടാൻ തുടങ്ങി. നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തതെങ്കിൽ നല്ല ബലം കിട്ടും, മോശകർമ്മമാണ് ചെയ്തത് എങ്കിൽ മോശ ഫലമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അതേപോലെ പാസ്റ്റ് ലൈഫിൽ ആരെങ്കിലും ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അവർക്കും ഈ ഒരു വർഷം അവർക്ക് അതിൻ്റേതായ ഒരു ബലം കിട്ടുന്നതാണ്. ഇനി ഇവരുടെ മേൽ ആരെങ്കിലും മോശകർമ്മം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പകരം വീട്ടാനുള്ള സമയമാണ് ഇത്. അതായത് തിരിച്ച് അവർക്ക് ഇവരോട് ചെയ്തവർക്ക് തിരിച്ച് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ബലം കിട്ടുന്നതായിട്ടുള്ള ആ ഒരു സമയവുമാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ ലൈഫിൽ ഫാദർ ഓർ സൺ, അതായത് അച്ഛനും മകനും തമ്മിൽ വഴക്കിടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ അച്ഛനും മകളും തമ്മിലും വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം ഹേറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസം വളരെ ഹെവി ആയിട്ടാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അതോറിറ്റിക് ഫിഗറുമായിട്ട് വഴക്കിടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആയാലും ലാസ്റ്റ് ഒരു കംപ്ലീഷൻ ആവുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനിൽ ഇവരെ കൊണ്ട് നിർത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതായത് ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ എന്നുള്ള കാര്യത്തിലെങ്കിൽ ഇവർ ഉറപ്പായിട്ടും ആ ഒരു കൺഫ്യൂഷനിൽ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏത് വഴിയിലോട്ടാണ് പോകേണ്ടത് എന്ന് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നു. ഇവരുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അതായിരിക്കും ഇവർ കേൾക്കുന്നത്. ഇനി എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ആത്മാവ് പറയുന്ന അനുസരിച്ചായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇതുകൂടാതെ ഇവിടെ തേർഡ് പാർട്ടി റിലീസാവാനുള്ള സമയവും വന്നെത്തി കഴിഞ്ഞു. ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ എന്തെങ്കിലും കാർമിക്കായിട്ടുള്ള സിറ്റുവേഷനോ കാർമിക്കായിട്ടുള്ള പേഴ്സണോ വന്നിട്ടുണ്ട് എങ്കിൽ അവരിനി റിലീസായി പോകുന്നതാണ്. എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും അത് എൻഡാവുന്നതാണ്. ഈ ഒരു കാർമിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സിറ്റുവേഷനോ ഒരു പേഴ്സണോ ആയിരിക്കാം. അത് നിങ്ങളുടെ സിറ്റുവേഷൻ ബേസ് ചെയ്ത് അത് മനസ്സിലാക്കുക തേർഡ് പാർട്ടി ആരെ എന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നെഗറ്റിവിറ്റിയുടെ എതിരായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 999 എനർജി പറയുന്നത് എൻഡിങ് ഓഫ് ദ സൈക്കിളാണ്. നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കുന്നതാണ് നെഗറ്റിവിറ്റിയുടെ അഗെയിൻസ്റ്റ് ആയിട്ട്. എന്തായാലും ഇവർ ഏതോ ഒരു സിറ്റുവേഷൻ എൻഡാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നെഗറ്റീവ് സിറ്റുവേഷനാണ്. കുറേ ആൾക്കാർക്ക് കോളും മെസ്സേജും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ലവ് ലൈഫിലാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നത്. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ പുറത്ത് വന്ന് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ വീട്ടിൽ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട്, ഇവർ സഫർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് ആർഗ്യുമെൻറ്റും കോൺഫ്ലിക്റ്റും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാനത് നേരത്തെ പറഞ്ഞതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രിയുടെയും ഇടയിൽ ആർഗ്യുമെൻറ്റ് ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു എനർജി നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ മെയിനായിട്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് ആൾക്കാർ എന്ത് വിചാരിക്കും, സമൂഹം, സ്റ്റാറ്റസ്, ഇവരുടെ പിന്നെ കാസ്റ്റ്, കൾച്ചർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലാണ് കൂടുതലായിട്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നത്. കാരണം സമൂഹത്തിൽ ഇവർക്കുള്ള വില,
അതൊക്കെ കൊണ്ടായിരിക്കാം ഇവരും ഇവരുടെ അച്ഛനും തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാവുന്നത്. അപ്പോൾ ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചായിരിക്കാം ഒരു തീരുമാനമെടുക്കുന്നത്. ഇവർ ഉറപ്പായിട്ടും കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരുന്നതാണ്. എന്നിട്ട് ഇവരുടെ ഡെസ്റ്റിനി എന്താണോ അതിലോട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുന്നത് ഇവരുടെ വഴിയിൽ ആര് വരുന്നുണ്ടോ അവരോട് വഴക്കിടുവാനാണ് ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുന്നത്. ഇവിടെ കെയർ ഫ്രീ ആയിട്ട് ആക്ഷൻ എടുക്കുവാനാണ് ഇവരോട് പറയുന്നത്. ഇനി ഇവർ സ്റ്റക്കായിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഇവർ ഉറപ്പായിട്ടും പുറത്ത് വരുന്നതാണ്. ഇവിടെ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സണും അവരുടെ ഇടയിലുള്ള തേർഡ് പാർട്ടിയും തമ്മിലുള്ള അവസാനത്തെ ഒരു ചാൻസാണിത്. ഒന്നുകിൽ അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാരേജിന് സമ്മതിക്കണം, ഇല്ല എങ്കിൽ ഇവർ ഉറപ്പായിട്ടും ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കും, അവരുമായിട്ടുള്ള ബന്ധം എൻഡാക്കും, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിക്കുള്ള ലാസ്റ്റ് ചാൻസാണിത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും കാർമിക് റിലീസായി ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. ഇവർ ഇവരുടെ സ്വന്തം സന്തോഷം എന്താണോ അതിനെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക, കാരണം ബ്ലെസ്സിങ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഇമ്മീഡിയറ്റ് ആക്ഷനിൽ വളരെ ഒരു വലിയ ചേഞ്ചാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു ട്രാൻസ്ഫർമേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അതാണ് ഇനി നടക്കുവാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരിക്കുക നിങ്ങളുടെ പേഴ്സണ് വേണ്ടി. ഇവിടെ എന്തായാലും നെക്സ്റ്റ് ആക്ഷനിൽ ഒരു വലിയ ചേഞ്ചാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് കാർമിക് സിറ്റുവേഷൻ ആയാലും അത് റിലീസാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെസ്റ്റിനി ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്പേഴ്സ് ഒന്നും ഏഞ്ചൽസ് തന്നിട്ടില്ല. ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെയും ഒരു ബാഡ് കർമ്മ അസോസിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരിക്കേണ്ടതാണ്. ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് വരാൻ പോകുന്ന സമയം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇവരുടെ ആത്മാവ് എന്താണോ പറയുന്നത് അത് കേട്ട് ഡിസിഷൻ എടുക്കുന്നതാണ്. കൂടാതെ ഇവിടെ ഡിവൈൻ്റെ ഒരു ഇടപെടൽ കാണുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഡിവൈൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. തേർഡ് പാർട്ടിയെക്കുറിച്ചോ അങ്ങനെ ഒന്നും തന്നെ ചിന്തിക്കരുത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്ന് മാത്രം പോസിറ്റീവായിട്ട് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലോ ഇമാജിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിലോ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ച് മാനിഫെസ്റ്റേഷനും ഇമാജിനേഷനും ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെയാണ്, അതായത് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നേച്ചറിൽ നിന്ന് ദൂരെ പോകുന്നു എന്ന്. നിങ്ങൾ നേച്ചറുമായിട്ട് അടുക്കുവാൻ ശ്രമിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് സമയമില്ല വീട്ടിലുള്ള ചെടികളോടും മരങ്ങളോടൊന്നും സംസാരിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന കാക്കകൾ പ്രാവുകൾ അവർക്കൊക്കെ എന്തെങ്കിലും ആഹാരം ഇട്ട് കൊടുക്കുവാൻ. അതൊക്കെ നല്ല പ്രവൃത്തികളാണ്, നേച്ചറുമായിട്ട് അടുക്കുവാനുള്ള പ്രവൃത്തികളാണ്. ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും നേച്ചറുമായിട്ട് അടുക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഇത്രമാത്രം ഡിസയർ വയ്ക്കരുത് എന്നാണ്, കാരണം നിങ്ങൾക്ക് തന്നെ അത് വിഷമം ഉണ്ടാക്കും എന്ന്. അതായത് എൻ്റെ ഈ ആഗ്രഹം നടന്നില്ല, എൻ്റെ ആ ആഗ്രഹം നടന്നില്ല, അങ്ങനെയൊക്കെ ഒരിക്കലും പറയാൻ പാടില്ല. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് സറണ്ടർ ചെയ്യുക, ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക. എപ്പോഴും ഒരു ഇമാജിനേഷനോടെ ജീവിക്കുക. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ള ഇമാജിനേഷനോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളിൽ പല ആൾക്കാരും വളരെയധികം ദുഃഖത്തിൽ കൂടെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നുപോയി. ഇപ്പോൾ നിങ്ങൾ പതുക്കെ നിങ്ങളെ തന്നെ ഹീലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ സ്വയം നിങ്ങളിലുള്ള വിശ്വാസം തിരികെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ സ്വയം നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ ശരിയായ ഡയറക്ഷനിൽ കൂടിയാണ് പോകുന്നത് എന്നാണ്.
നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള ഒത്തിരി ടാലൻ്റ് ഉണ്ട്, അതിനെയെല്ലാം പുറത്തു കൊണ്ടുവരുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഹിഡൻ ടാലൻ്റ് ആണോ ഉള്ളത് അതെല്ലാം നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.